പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ 2016 2021 തെരഞ്ഞെടുപ്പുകളുടെ ഫലം, നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം എടുത്തു നോക്കിയാൽ ഉജ്ജ്വലമായ വിജയം LDF നേടിയിട്ടുള്ളത് തിരുവിതാംകൂറിനെ അപേക്ഷിച്ച്, അല്ലെങ്കിൽ തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് വടക്കൻ കേരളത്തിൽ നിന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം നമുക്ക് മാറ്റി നിർത്താം. മലപ്പുറം എല്ലാ കാലത്തും UDFൻ്റെയും മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുന്ന ജില്ലയാണ്. പക്ഷേ കണ്ണൂർ, കാസർഗോഡ്, വയനാട്, പാലക്കാട്, തൃശ്ശൂർ, ആ ജില്ലകളിലൊക്കെ വമ്പൻ വിജയമാണ് 2016 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായിട്ടുള്ളത്. കണ്ണൂരിൽ എനിക്ക് തോന്നുന്നത് ഒരു സീറ്റോ മറ്റോ ആണ്, പേരാവൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീറ്റിലോ മറ്റോ ആണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളതെന്നും സണ്ണി ജോസഫ്. എന്ന് മാത്രമല്ല, കണ്ണൂരിലൊക്കെ ഉള്ള സീറ്റുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50,000 60,000 ഭൂരിപക്ഷം. അപ്പോൾ ധർമ്മടത്ത് മട്ടന്നൂരിൽ 60,000-ലധികമായിരുന്നു ഭൂരിപക്ഷം KK ശൈലജ. ധർമ്മടത്ത് പിണറായി വിജയൻ 50,000-ലടുത്തായിരുന്നു ഭൂരിപക്ഷം. പയ്യന്നൂരിൽ ഏതാണ്ട് 60-62% വോട്ടാണ് CPM കിട്ടിയത്. അപ്പോൾ മട്ടന്നൂർ, ധർമ്മടം, തളിപ്പറമ്പ്, പയ്യന്നൂർ, കല്യാശ്ശേരി, അവിടെയൊക്കെ വമ്പൻ വിജയം. ഇനി കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് എനിക്കറിയില്ല, കോഴിക്കോട് നിന്ന് സീറ്റ് ഉണ്ടോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. മാത്രമല്ല, ജയിക്കുന്ന MLA-മാരൊക്കെ വലിയ ഭൂരിപക്ഷം. വയനാട്ടിൽ നിന്ന് TC സിദ്ദീഖിനോ മറ്റാണ് ജയിക്കാൻ പറ്റിയിട്ടുള്ളത്. പാലക്കാടുമൊക്കെ അത് തന്നെയാണ് സ്ഥിതി. എന്തിനു പറയുന്നത്, മലപ്പുറത്ത് പോലും 2-3 സീറ്റുകൾ 3-4 സീറ്റുകൾ LDF ജയിച്ചു. സാധാരണത്തിൽ അത് ഉണ്ടാവാത്തതാണ്. തൃശ്ശൂരും ഈ പറഞ്ഞ പോലെ UDFന് MLA ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു MLA വല്ലതും ഉണ്ടെങ്കിൽ എനിക്കറിയില്ല, എനിക്ക് സംശയമാണ്. എന്തായാലും 2016 2021 വമ്പൻ വിജയം LDFന് കൊടുത്ത പ്രദേശമാണ് മലബാർ. മലബാറിൽ 2016 2021 മുസ്ലിം സമുദായം തന്നെ നല്ല, വളരെ കാണാൻ കഴിയുന്ന നിലയിൽ LDFിലേക്ക് ഷിഫ്റ്റ് ചെയ്ത രണ്ട് തെരഞ്ഞെടുപ്പുകളായിരുന്നു 2016 2021. സുഹൃത്തുക്കൾ, എന്നാൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ 2026 തെരഞ്ഞെടുപ്പിൽ ലിറ്ററലി CPM മലബാർ മേഖലയിൽ വട്ടപൂജ്യമായാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വട്ടപൂജ്യമായാൽ പോലും എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ കണ്ണൂർ ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. കണ്ണൂരിലെ 4-5 മണ്ഡലങ്ങൾ ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും, ഇടത് ജയിച്ചാലും CPMൻ്റെ കോട്ടയ്ക്കകത്ത് കിടക്കുന്നതാണല്ലോ കണ്ണൂരിലെ 4-5 സീറ്റുകൾ. ആ സീറ്റുകളിൽ പോലും വലിയ വെല്ലുവിളി ഇത്തവണ CPM നേരിടും എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. പയ്യന്നൂർ ഇപ്പം CPM തോക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പയ്യന്നൂർ CPM വലിയ വെല്ലുവിളി നേരിടാൻ പോവുകയാണ്. മട്ടന്നൂർ 60,000-അടുത്ത് വോട്ടിനാണ് KK ശൈലജ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ജയിച്ചത്. അവിടെയും CPM തോക്കുന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. അവിടെയും വലിയ വെല്ലുവിളി നേരിടും. തളിപ്പറമ്പിലും വലിയ വെല്ലുവിളി നേരിടും. MP ഗോവിന്ദൻ്റെ മണ്ഡലത്തിൽ അവിടെയും വെല്ലുവിളി നേരിടും. ധർമ്മടം എടുത്തു നോക്കും നമ്മൾ. ധർമ്മടത്ത് 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷത്തിന് പിണറായി വിജയൻ ജയിച്ച മണ്ഡലം ധർമ്മടം. അവിടെ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ LDFൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 3,000-3,500 കുത്തനെ കുറഞ്ഞു. 2021 50,000, 2024 ഏതാണ്ട് 3,000-3,500. അവിടെയൊക്കെ ധർമ്മടത്തുൾപ്പെടെ ഉജ്ജ്വലമായിട്ടുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ LDFന് കഴിഞ്ഞാൽ പിണറായി വിജയൻ്റെ നിലനിൽപ്പ് പോലും അപകടത്തിലായി പോകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മട്ടന്നൂരൊക്കെ വെല്ലുവിളി നേരിടാൻ പോകും. കല്യാശ്ശേരിയിലെ കാര്യം എനിക്കറിയില്ല, ആരെങ്കിലും കൊള്ളാവുന്നവർ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പയ്യന്നൂർ, മട്ടന്നൂർ, തളിപ്പറമ്പ്, ധർമ്മടത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് ആര് എന്നുള്ളതനുസരിച്ച് വലിയ വെല്ലുവിളി കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് നേടാം. കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ കോഴിക്കോടൊക്കെ എവിടെയാണ് സീറ്റ് കിട്ടാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നിയർ ടോട്ടൽ അല്ല, അബ്സല്യൂട്ട് ടോട്ടൽ. അതായത് മുസ്ലിം ജനവിഭാഗത്തിൽ നിന്ന് ഒരു വോട്ട് LDFന് പ്രതീക്ഷിക്കേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വോട്ട് പോലും പ്രതീക്ഷിക്കേണ്ട. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 84 പഞ്ചായത്തുകളിൽ മലപ്പുറത്തുള്ളതിൽ 82-ലും UDF. ആലോചിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 33 വാർഡുള്ളതിൽ പ്രതിപക്ഷമില്ല. അതായത് 33 UDF, പ്രതിപക്ഷമില്ല. പിന്നെ മുനിസിപ്പാലിറ്റി ബ്ലോക്ക്, അതിൻ്റെ ഒന്നും കാര്യങ്ങൾ നമ്മൾ പറയേണ്ടതില്ല.
അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ 27 സീറ്റിലോ മറ്റാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത്. അതിൽ 27ലും മുസ്ലിം ലീഗ് ജയിച്ചാൽ പോലും അത്ഭുതമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഇപ്പോൾ കോഴിക്കോടൊക്കെ മരുമകനൊക്കെ വലിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞോണം ജയിച്ചത്. മരുമകൻ്റെ നിലയൊക്കെ വലിയ തോതിൽ പരുങ്ങലിലാണ്. PV അൻവർ ആണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം, അതുകൊണ്ട് കോഴിക്കോട് ഏത് സീറ്റിൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ജയസാധ്യതയുള്ളത് ബേപ്പൂരാണ്, മരുമകൻ്റെ സീറ്റ്, മുഹമ്മദ് റിയാസിൻ്റെ സീറ്റ്. അവിടെ പോലും ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ജയിച്ചു കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതുപോലെ മുസ്ലിം ജനവിഭാഗങ്ങളുടെ ഇടയിലുള്ള ധ്രുവീകരണം 100% CPM-ന് എതിരാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2016-നും 2021-നും വ്യത്യസ്തമായി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് CPM-നെ മലബാറിൽ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാസർഗോഡായാലും കണ്ണൂരായാലും കോഴിക്കോടായാലും പാലക്കാടായാലും വയനാടായാലും അവിടെ നിന്നൊക്കെ കൂടെ ചേർന്നിട്ടൊരു, എനിക്കറിയില്ല, വിരലിൽ എണ്ണാൻ കഴിയുന്ന സീറ്റിനപ്പുറത്തേക്ക് LDF-ന് പ്രതീക്ഷിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കില്ല. തെക്കുള്ള അവസ്ഥ നമുക്ക് പിന്നീട് വേറൊരു വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും മലബാർ ഈ 2024 തെരഞ്ഞെടുപ്പിൽ CPM-നൊരു വാട്ടർ ലൂ ആകാൻ പോവുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഇപ്പോൾ നടക്കുന്ന ഈ പുതിയുഗ യാത്രയിലെ ജനസഞ്ചയം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാറ്.